ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. എബ്രായ ലേഖനം 12-16-17 വാക്യങ്ങളിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളി. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ദിവസങ്ങളിൽ നാം അനുഗ്രഹങ്ങളെ കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇവിടെ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന വിധങ്ങളെല്ലാം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ സംഭവിച്ച വിഷയം, ഏശാവ് ഒരു ഊണിനു വേണ്ടി അല്ലെങ്കിൽ ഒരു പാൽപായസത്തിനു വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം യാതൊരു വിലയുമില്ലാതെ താൻ വിറ്റുകളയുവാനായിട്ട് ഇടയായി തീർന്നു. പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ ജ്യേഷ്ഠാവകാശത്തിന് വലിയ പ്രാധാന്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ യാക്കോബ് അല്പ കൗശലപരമായിട്ട് തൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്നും ആ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്ന അനുഭവങ്ങളാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. താനത് ആ അല്പനേരത്തെ വിശപ്പിനു വേണ്ടി, ശരീരത്തിൻ്റെ ആ ഉല്ലാസത്തിനു വേണ്ടി താന് ആ ജ്യേഷ്ഠാവകാശം തീരെഴുതി കൊടുക്കുവാനായിട്ട് ഇടയായി. ഇത് നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് വേണ്ടി, അല്പ സുഖങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അല്പ വിശപ്പിനു വേണ്ടി, ജഡീക ഉല്ലാസങ്ങൾക്ക് വേണ്ടി ഒക്കെ വിലയേറിയ നമ്മുടെ നിക്ഷേപം, സ്വർഗീയ നിക്ഷേപം നാം നഷ്ടമാക്കി കളയരുത് എന്നതാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ആ ഹൗവ ഒരു പഴം കണ്ട് ആകർഷിക്കപ്പെട്ട് ആ വിലക്കപ്പെട്ട കനിയുടെ പുറകെ പോകുകയും ആ ശാപം ഏറ്റുവാങ്ങുവാൻ മാനവകുലം മുഴുവനും അത് ഏറ്റുവാങ്ങുവാൻ ഇടയായ അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ തെറ്റുകൾ ഭാവി തലമുറകളും അത് പേറേണ്ടതായിട്ട് വരുന്നു. വലിയ ശാപം ചിലപ്പോൾ ആ ഔവയിൽ നിന്ന് ഏറ്റെടുത്തതുപോലെ ഒക്കെ പേറി നടക്കേണ്ടതായിട്ട് വരുന്ന അനുഭവങ്ങൾ നാം വിസ്മരിക്കരുത്. അതുകൊണ്ട് നാം നമുക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, നമ്മുടെ ഭാവി തലമുറകൾക്ക് പോലും അത് ദോഷമായി ഭവിക്കുന്നു എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതേപോലെ തന്നെ എബ്രായ ലേഖനം 3-12-13 വാക്യങ്ങളിൽ അവിടെ ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ എന്നും അവിടെ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണം അവിശ്വാസം, ദൈവത്തിലുള്ള അവിശ്വാസം. ഇത് ശത്രു പലപ്പോഴും മനുഷ്യനിൽ കൊണ്ടുവന്ന് അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തി, നിത്യരക്ഷ നഷ്ടപ്പെടുത്തി, നിത്യനരകത്തിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ അനുഗ്രഹം നഷ്ടപ്പെടുത്തിക്കളയാതിരിപ്പാൻ നാം ശ്രദ്ധിക്കേണ്ട ചില ഗുണദോഷങ്ങളാണ് നമുക്ക് ദൈവവചനത്തിലൂടെ പകർന്നു തന്നിരിക്കുന്നത്. അതേ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ശത്രുവിന്റെ തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിത്യതയ്ക്കായി ഓടാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു.
ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തി